ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അബുദാബിയുള്ള ഒരു ബീച്ചിലാണ് വന്നിട്ടുള്ളത്, കോർണേഷനിൽ. കണ്ടോ, ഇതൊക്കെ ഒരു അക്യൂപങ്ചർ എഫക്റ്റാണ് നമുക്ക് നൽകുന്നത്. കണ്ടോ, ഉള്ളം കല്ലിൽ പതുക്കെ ചെറുതിങ്ങനെ പായി വെച്ചിട്ടാണ്. അതിൽക്കൂടെ നമുക്ക് നടന്ന വേദനയൊക്കെ ഉണ്ട്. എന്നാൽ നടക്കണേ നമ്മൾ. ഈ പുതിയ തലമുറക്ക് ഇതൊക്കെ കാരണം അവർ ചരലിൽ കൂടി മണ്ണിൽ കൂടി നടക്കാത്ത തലമുറയല്ലേ. അപ്പോൾ അവർക്കും കൂടി ഇത് നല്ലൊരു അനുഭവമായിരിക്കും ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഉള്ളംകല്ലിൽ ഇങ്ങനെ പറ്റി വെച്ചതാണ്. ഇവിടെ അന്നിങ്ങനെ നമ്മൾ നടന്നാൽ മതി. ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. നമ്മൾ ബ്ലഡ് പ്രഷറൊക്കെ നമ്മളെ തലച്ചോറ് യഥാവിധം എത്തിയിട്ട് നമുക്ക് ചിന്തകളൊക്കെ നമുക്ക് ഷാർപ്പായി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. വെറും മണ്ണിൽ നമുക്ക് നടന്നാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ ഭൂമി വലിച്ചെടുക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. കുട്ടി ക്യാമറ എങ്ങോട്ട് പഠിക്കുക. അവിടെ എന്താണ് കൂർത്ത പീസാണ് വെച്ചിരുന്നെങ്കിൽ ഇവിടെ അത് പരന്നായിട്ട് മാറി ആമയെ പോലെ പരന്നിട്ടായി. ഇപ്പം അമ്മ ആയിരിക്കും നടക്കാം കേട്ടോ. ഇനി കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജ് എന്താ വെച്ചാൽ വലിയ വലിയ കല്ലുകളാണ്. ഇതിൻ്റെ മേലെ നമ്മൾ നടന്നു നോക്കാം. വലിയ കല്ലുകളാണ് കേട്ടോ. കുറച്ച് വേദനയാണെങ്കിൽ കൂടി നമ്മുടെ പ്രഷറൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മേലെ കേട്ടോ. ഇത് നമ്മുടെ കണ്ണുകളുടെ ഒക്കെ നെർവസൊക്കെ കിടക്കുന്നത് കാലിലാണ്. ഹാർട്ടിൻ്റെ ആയാലും ശരി. അപ്പോൾ കാല് നന്നായാൽ മൊത്തം നന്നാവും. അതുപോലെ തന്നെ പല്ല് നന്നായാലും ശരീരം മൊത്തം നന്നായി എന്ന് പറയുന്നത് പോലെ കാലിനെ നമ്മളിപ്പോൾ സംരക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് ഡയബറ്റീസ് രോഗികളൊക്കെ അത് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എത്തിയപ്പോൾ ഒന്ന് റിലാക്സായി, അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി ചില കൂട്ട തന്നുള്ളത്. വീണ്ടും നമ്മൾ അതിലേക്ക് വന്നു. അത് പതുക്കെ നടന്ന് റിലാക്സ് ചെയ്യുക. വേദനയൊക്കെ ഉണ്ടാവും. അതിന് കാര്യമൊക്കെ ഉണ്ടാ. ഈ തലമുറകളല്ലേ കുറച്ച് വേദനയൊക്കെ അനുഭവിക്കണം. അതായത് നമ്മുടെ തലമുറകളൊക്കെ 10 കിലോമീറ്റർ നടന്നിട്ടല്ലേ സ്കൂളിലൊക്കെ പോയിരുന്നത്. അതൊക്കെ അവരോട് പറഞ്ഞാൽ അവർ പരിഹസിക്കുമായിരിക്കും. പക്ഷെ ഇത് ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ടൊന്നും എടുക്കാനില്ല ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് പുറത്തൊക്കെ ഇരുട്ടാണ്, ആൾക്കാരൊക്കെ കുറവാണ്. ഈവനിങ് ടൈമിലാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് മണ്ണിലൂടെ നമ്മുടെ മണ്ണിലൂടെ നടക്കട്ടോ. മണ്ണിലൂടെ ഞാൻ പറഞ്ഞില്ലേ, മണ്ണിലൂടെയും കരിങ്കല്ലിൻ്റെ ചെറിയ ചെറിയ തള്ളാരങ്കല്ല് ആ പീസിലൂടെ ഒക്കെ ചേരലിലൂടെ നമുക്ക് നടക്കാം. ബേസ്മെൻറ്റിലൊക്കെ ഉണ്ട്, അതിലൂടെ നമുക്ക് നടക്കാവുന്നതുള്ളതൊക്കെ. ഇതിൻ്റെ കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലേ, എന്താണ് റിഫ്ലക്സോളജി പാത്വേ ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു യൂസ് ഉണ്ടോ അതിൻ്റെയൊക്കെ കൂടുതൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ. ഞാനത് മുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനിത് നടക്കാറുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചെരുപ്പിടാതെ ഞാനൊക്കെ നടക്കാറ്.